പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ദിക്റു സ്വാലിഹീന കഫാറ, മഹാന്മാരെ കുറിച്ച് സ്വാലിഹീങ്ങളെ കുറിച്ച് ഓർക്കുന്നതും പറയുന്നതും എഴുതുന്നതും കേൾക്കുന്നതും എല്ലാം പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം കേൾക്കുക വഴി, അത് പറയുക വഴി നമ്മുടെ എല്ലാം പാപങ്ങൾ, മുൻകഴിഞ്ഞ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവാൻ വേണ്ടി കൽപ്പിച്ച ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി യാത്രയുടെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചില ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. ജീവൻ അപകടത്തിൽ പെടാവുന്ന ചുമതലകളാണ്. തന്റെ വിരിപ്പിൽ ആ രാത്രി കിടന്നുറങ്ങുക. അലി റളിയല്ലാഹു അൻഹു ആ ചുമതല ഏറ്റെടുത്തു. ശത്രുക്കളുടെ വാളിനു നേരെ കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് പോലെയാണത്. ജീവിതവും മരണവും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മറ്റൊന്നും ചിന്തിക്കാനില്ല. ആ വീടിന് ചുറ്റും ഇരുട്ടുമൂടി. ശത്രുക്കൾ പതുങ്ങി പതുങ്ങി വന്നു. അവരുടെ കൈകളിൽ മൂർച്ച കൂടിയ വാൾ അവർ അതുമായി നിലയുറപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പിൽ കിടന്നു. നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്തുവത്രേ. രാവിലെ എന്തും സംഭവിക്കാം. ഉന്നം വെച്ച ആളിനെ കിട്ടാതെ വരുമ്പോൾ ശത്രുക്കൾ പ്രതികാരം തീർത്തേക്കാം. ആ ചിന്തയൊന്നും ഉറക്കിന് തടസ്സമായില്ല. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങി ഒരു പിടി മണ്ണുവാരി ശത്രുക്കളുടെ മുഖത്തേക്കെറിഞ്ഞു. അവർക്കൊന്നും കാണാൻ വയ്യാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോയി. അവർക്കിടയിലൂടെ ആരും തന്നെ കണ്ടില്ല. അങ്ങനെ പ്രഭാതമായി. ശത്രുക്കൾ വാതിൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കി. കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ആശ്വാസമായി. പിന്നെയും കുറെ നേരം കാത്തിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. പുറത്തു വന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നത്തെ കഥ പറയണോ? ആൾബലവും ആയുധബലവും കൊണ്ടെന്ത് കാര്യമാണ്? തങ്ങളെ കബളിപ്പിച്ചു കടന്നു കളഞ്ഞില്ലേ? പിടികൂടാനുള്ള നെട്ടോട്ടം തുടങ്ങി. അബൂബക്കറിനെയും കാണാനില്ല. വാർത്ത മക്കയിലാകെ പരക്കുകയാണ്. ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മുടെ കഥാനായകൻ അലി റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്കായി. ആളുകൾ പല സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അവയെല്ലാം ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുമതലയാണ്. 3 ദിവസം കൊണ്ട് എല്ലാം തീർക്കണം. എന്നിട്ട് വളരെ രഹസ്യമായി നാടുവിടണം. തനിക്കും കിട്ടണം ഹിജ്റയുടെ പ്രതിഫലം. മക്കയിലെ 3 ദിവസങ്ങൾ മറക്കാനാവാത്ത ദിവസങ്ങൾ തന്നെയാണവ. മക്ക ഇളകിമറിയുകയാണ്. പ്രവാചകനെ പിടികൂടാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിടിക്കുന്നവർക്ക് വമ്പിച്ച ഇനാം പ്രഖ്യാപിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടണം, സമ്മാനം നേടണം. എത്രയോ സാഹസികന്മാർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാം കാണുന്നു. എന്തൊരു കാഴ്ച! 3 ദിവസങ്ങൾ കൊണ്ട് ചുമതലകൾ പൂർത്തിയാക്കി. സൂക്ഷിച്ച സാധനങ്ങൾ ഉടമസ്ഥർക്ക് നൽകി. ഇനി നാട് വിടണം. എങ്ങനെ വിടും? രാത്രിയുടെ ഇരുട്ടിൽ യാത്ര ചെയ്യും. നേരം വെളുത്താൽ ഒളിച്ചിരിക്കും. ദീർഘദൂരം നടന്നു. കാലുകൾ പൊട്ടി നീര് വന്ന് വീർത്ത് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നിട്ടും നടക്കുകയാണ്. കാലിൽ തുണി ചുറ്റിക്കെട്ടി. ഉറക്കമില്ലാത്ത രാവുകൾ. ക്ഷീണിച്ച് വിവശനായി ദീർഘദൂരം നടന്ന് ഖുബായിലെത്തി. മുസ്ലിങ്ങളുള്ള ഗ്രാമപ്രദേശം. മുസ്ലിം വീട് കണ്ടെത്തി. ശയ്യയിൽ വീണുപോയി. വാർത്ത പ്രചരിക്കാൻ ഏറെ സമയം വേണ്ട. അലി റളിയല്ലാഹു അൻഹു മദീനയിൽ അഥവാ മസ്ജിദുൽ ഖുബായിലെത്തിയ വാർത്ത അവിടെയാകെ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബാ എന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അലിക്ക് സുഖമില്ലെന്നറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. ആ കൂടിക്കാഴ്ച വളരെ വികാരഭരിതമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നബി തങ്ങൾ ധൃതിയിൽ നടന്നു വരികയാണ്. അലിയെ കാണാൻ സ്വഹാബികൾ കൂടി നിൽപ്പുണ്ട്. അലി റളിയല്ലാഹു അൻഹു കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കാണുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ നയനങ്ങൾ നിറയുന്നു. സലാം ചൊല്ലി സ്നേഹവാത്സല്യങ്ങളുടെ പ്രവാഹം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ നീട്ടിവെച്ചു. മുറിവുകൾ, കാൽ നിറയെ നീര്, തുണി കൊണ്ടുള്ള ചുറ്റിക്കെട്ട്. എന്തൊരു ത്യാഗം! കെട്ടുകൾ അഴിച്ചുമാറ്റി. മുറിവുകൾ പരിശോധിച്ചു. കാലിലെ വ്രണം കാരണം എനിക്ക് നടക്കാൻ പറ്റിയില്ല. അങ്ങയെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു വേദനയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു.
നബി തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകുന്നത് ചുറ്റും നിന്നവർ കണ്ടു. നീര് വന്ന ഭാഗത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമിനീര് പുരട്ടി ഇരു കരങ്ങൾ കൊണ്ടും കാൽ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുണ്യം നിറഞ്ഞ കരങ്ങൾ കൊണ്ടുള്ള തടവൽ, ആ തടവലിന് അത്ഭുത ശക്തിയുണ്ട്. ഈ കാലുകൾ തളർന്നു പോവരുത്, ഈ കാലുകൾക്ക് ബലം കൂടിയതാവണം. വേദന വേണ്ട, നീര് കെട്ടി ബുദ്ധിമുട്ടിയാൽ പറ്റില്ല. ഇനിയുള്ള കാലം നിരന്തരം ചലിക്കേണ്ട കാലുകളാണിത്. ഈ കാലുകൾക്ക് ഇനി വിശ്രമം കാണില്ല. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. ആ കാലുകൾക്ക് ബലം കൂടി, ഒരിക്കലും തളരാത്ത കാലുകൾ. അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. ആ മാസം മധ്യത്തോടെയാണ് അലി റളിയല്ലാഹു അൻഹു ഖുബായിലെത്തിയത്. അലി റളിയല്ലാഹു അൻഹു എത്തിയ ശേഷം എല്ലാവരും കൂടി യസ്രിബിലേക്ക് നീങ്ങി. യസ്രിബ് ആഹ്ലാദം കൊള്ളുകയാണ്. ആവേശകരമായ സ്വീകരണം. അൻസാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ചു. സ്വന്തം സഹോദരങ്ങളായിട്ടാണ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ സാഹോദര്യബന്ധം സുദൃഢമാക്കി. ചരിത്രം വിസ്മയിച്ചു പോയ സാഹോദര്യബന്ധം ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സഹോദരനായി സ്വീകരിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ സഹോദരൻ അലിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. സന്തോഷപൂർവ്വം ആ പ്രഖ്യാപനം സ്വഹാബികൾ സ്വാഗതം ചെയ്തു. പല ചരിത്രകാരന്മാരും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഇപ്രകാരം കാണാം: അലി റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായി സ്വീകരിച്ചത് സഹൽ ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടത്തിലും പരിഗണനയിലും തന്നെയായിരുന്നു. പല ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. എല്ലാം കൃത്യമായി ചെയ്തു തീർക്കും. സത്യവിശ്വാസികളുടെ ആദരവ് നേടുകയും ചെയ്യും. വിലായത്തിന്റെ ഉന്നത പദവിയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഹിച്ചത്. കറമല്ലാഹു വജ്ഹഹു. ദാരിദ്ര്യം ആ മഹാനെ വിട്ടകന്ന് പോയതേയില്ല. പല നാളുകളിലും പട്ടിണിയിലായിരുന്നു. യഥാർത്ഥ മഹാന്മാരുടെ അവസ്ഥയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഏറ്റവും ഇളയ മകൾ. പൊന്നുമോളെ ലാളിച്ചു മതിയായില്ല. അതിനു മുമ്പേ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ഫാത്തിമ കൊച്ചുകുട്ടിയാണ്. ഉമ്മ പോയി. ഇത്താത്തമാരാണ് മോളെ നോക്കി വളർത്തിയത്. മൂത്ത ഇത്താത്ത സൈനബ്, എന്തൊരു സ്നേഹമാണ് ഇത്താത്തക്ക്. അവരുടെ നേരെ ഇളയതാണ് റുഖയ്യ ഇത്താത്ത. അവർ ഭർത്താവിനോടൊപ്പം അബ്സീനയിലായിരുന്നു. പിന്നെയുള്ളത് ഇളയ ഇത്താത്ത ഉമ്മു കുൽസൂം. സൈനബും ഉമ്മു കുൽസൂമുമാണ് ഓമനയായ ഫാത്തിമ ബീവിയെ ലാളിച്ചു വളർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനി പകർപ്പാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതേ നടത്തം, അതേ ഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് കാണിച്ച സ്നേഹവാത്സല്യങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ല. ഫാത്തിമയ്ക്ക് ഈ താത്തമാരെ വല്ലാത്ത ഇഷ്ടമായിരുന്നു റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 2 പെൺമക്കളെ പ്രസവിച്ചു. അവർക്ക് സൈനബ് എന്നും ഉമ്മു കുൽസൂം എന്നും പേരിട്ടു. ഈ താത്തമാരോടുള്ള അടങ്ങാത്ത സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. കുട്ടിക്കാലത്ത് ഫാത്തിമ ബീവിയോട് കാണിച്ച അതേ സ്നേഹപ്രകടനം മുതിർന്ന ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് കാണിച്ചിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോൾ എഴുന്നേറ്റു നിന്ന് സ്വീകരിക്കും, കെട്ടിപ്പിടിക്കും, മുത്തം കൊടുക്കും, തന്റെ ഇരിപ്പിടത്തിൽ തന്നെ ചേർത്തിരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും യസ്രിബിലെത്തിയതോടെ ആ പട്ടണത്തിന്റെ പേര് തന്നെ മാറ്റപ്പെട്ടു. ഹിജറയ്ക്ക് ശേഷം യസ്രിബ് മദീനയായി മാറി. ഹിജറ വന്നിട്ട് 1 വർഷം കടന്നു പോയിരിക്കുന്നു. ഇത് 2ാം വർഷമാണ്. ഹിജറ 2ാം വർഷത്തിന് പല പ്രാധാന്യങ്ങളുമുണ്ട്. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഈ വർഷമാണ്. സകാത്ത് നിർബന്ധമായി വന്ന വർഷം ഇത് തന്നെയാണ്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വന്നത് ഹിജറ 2ാം വർഷത്തിലാണ്. ഫിത്ർ സകാത്തും ഉളുഹിയത്തും വന്നത് ഹിജറ 2ാം വർഷത്തിലാണ്. ബദർ യുദ്ധം നടന്നതും അതേ വർഷം തന്നെയാണ്. ഹിജറ വർഷത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയട്ടെ. ഹിജറ 2ാം വർഷത്തിൽ തന്നെയാണ് നമ്മുടെ കഥാനായകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹിതനാവുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കാണാൻ വന്നു. അവർ അകത്തിരുന്നു സംസാരിക്കുകയാണ്. നബിയും ഭാര്യയും. മുൻവാതിൽ അടഞ്ഞു കിടന്നു. പുറത്തുനിന്ന് ഒരാൾ വാതിലിൽ മുട്ടി. ആരാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: ഉമ്മു സലമ, വാതിൽ തുറന്നു കൊടുക്കൂ. അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പറയൂ, ആരാണയാൾ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഏറെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരൻ. പിന്നെയൊന്നും ചോദിച്ചില്ല. ധൃതിയിൽ വാതിൽ തുറന്നു ആഗതൻ കടന്നു വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു വേഗത്തിൽ അകത്തേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ്. വാക്കുകൾ പുറത്തു വരുന്നില്ല.
ദൃഷ്ടികൾ താഴ്ന്നു നിൽക്കുകയാണ്. ഇരിക്കൂ അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഇരുന്നു. മൗനം തന്നെയാണ്. എന്തു പറയാനാ?